ബിജെപി കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലവും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളും യോഗം ചർച്ച ചെയ്യും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നും ഇതിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അടക്കം വീഴ്ച ഉണ്ടായെന്നുമുള്ള ആരോപണം പാർട്ടിക്കകത്ത് ശക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരുന്നത്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുക? എപ്പോഴാണ് യോഗം ചേരുക? ഗുഡ് മോർണിംഗ്. ഇതിൽ കഴിഞ്ഞ തവണ ചേർന്ന കോർ കമ്മിറ്റി അത് സംബന്ധിച്ച വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നു. പ്രത്യേകിച്ച് അന്ന് ഈ സംസ്ഥാനത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം, അതുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ, വിമർശനങ്ങൾ, പ്രത്യേകിച്ച് പാലക്കാടുണ്ടായ ആ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെയും വലിയ രീതിയിലുള്ളൊരു വിമർശനങ്ങൾക്ക് വിധേയമാക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നു. പക്ഷേ അത് സംസ്ഥാന പ്രസിഡന്റ് തന്നെ നേരിട്ടെത്തി അത് വിശദീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും അന്ന് നടന്നിട്ടില്ല എന്ന് പറയുകയും മാധ്യമങ്ങൾക്ക് നേരെ അധികം ശകാരവർഷം ചൊരിയുകയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇത് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെക്കുറിച്ചല്ല നിങ്ങൾ പറയുന്നത് എന്നെല്ലാം വിശദീകരിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട് അതായത് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ഒരു ചർച്ച നടക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിയായ കാര്യങ്ങൾ, ഉയർന്ന പൊതുവിമർശനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ചർച്ചയിലേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം, അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഒപ്പം BJP സംഘടനാപരമായ തെരഞ്ഞെടുപ്പുകളിലേക്ക് അടക്കം കടക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകളിലേക്ക് വരുന്നത്. കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന അംബേദ്കർ അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ തന്നെയാണ് യോഗം ചേരുന്നത്. കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം ഇവിടെ തുടരുകയും ഒപ്പം തന്നെ പലരുമായുള്ള ചർച്ചകളും എല്ലാം തന്നെ മുന്നോട്ട് പോവുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി യോഗം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വൈകിട്ട് സമാപിക്കും. വൈകിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. എന്തായാലും പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഉപതെരഞ്ഞെടുപ്പ് ഫലവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും തന്നെയാണ്. നമുക്കറിയാം, പാലക്കാട് വിഷയത്തിൽ അവിടെ സ്ഥാനാർത്ഥിയെ ചൊല്ലി തന്നെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ യോഗത്തിൽ സ്ഥാനാർത്ഥിത്തിനൊപ്പം ഇരുത്തിക്കൊണ്ടായിരുന്നു കെ സുരേന്ദ്രൻ വിശദീകരിച്ചത്. ഇവിടെ യാതൊരു തർക്കവുമില്ല, നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കുറി അതിനകത്ത് ഏത് രീതിയിലുള്ളൊരു ചർച്ചകളാണ് നടക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ മുതിർന്ന നേതാക്കളടക്കം ഇതിൽ പങ്കെടുക്കാതിരുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഇക്കുറി അങ്ങനെ മുഴുവൻ പേരുടെയും ഒരു സാന്നിധ്യത്തിലാണോ ചർച്ചകൾ നടക്കുന്നത് എന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാളും അധികം BJP ഇപ്പോൾ ഈ വരുന്ന ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് പ്രസിഡന്റിനെതിരെ തന്നെ, കെ സുരേന്ദ്രനെതിരെ തന്നെ മാറ്റണം എന്നുള്ള അടക്കമുള്ള ചർച്ചകൾ നടക്കുന്നതായി പറയുന്നു. അപ്പോൾ ഈ ചർച്ചകളുടെ വിശദാംശങ്ങൾ, ഇത് ഇനി മുന്നോട്ട് പോകുന്ന പോക്കിൽ എന്താണ് BJP, ആരാണ് BJPയുടെ പുതിയ അധ്യക്ഷതയിലേക്ക് വരുന്നത്, അതോ നിലവിലുള്ള സംസ്ഥാന അധ്യക്ഷൻ തന്നെ തുടരുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും ഈ യോഗത്തിലടക്കം ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 9 മണിക്ക് യോഗം ആരംഭിക്കുകയും ചെയ്യും.